നീലാംബരി രാഗത്തിലുള്ള കാന്തനോടു ചെന്നുമെല്ലെ എന്ന പദത്തിന്റെ അനുപല്ലവിയിൽ കാതരാക്ഷി താന്തയായി മരുവുന്നേൻ തരുണീമണി ഹേ രമണീയ ഗുണവസതി ചലമിഴി എന്ന പദങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പൊ അതില് താന്തയായി മരുവുന്നേൻ എന്നതാണ് നായികയുടെ ഇന്നത്തെ ഒരു അവസ്ഥയെ, ഇപ്പോഴത്തെ ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്നത്. അതിനുശേഷം അതിനു മുമ്പ് ഉള്ള കാതരാക്ഷി എന്നത് അല്ലെങ്കിൽ തരുണീമണി ഹേ രമണീയ ഗുണവസതി ചലമിഴി എന്നതെല്ലാം തന്നെ സഖിയെ അഭിസംബോധന ചെയ്യുന്ന മനോഹരമായിട്ടുള്ള പ്രയോഗങ്ങളാണ്. എന്നാൽ തന്നെ ഇതിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നായിക അതീവ വിരഹത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു മുദ്രകളെല്ലാം കാണിക്കുമ്പോൾ തന്നെ ഇതിന്റെ ഒരു സ്ഥായിയായിട്ട് വരുന്ന വിരഹം ആണ് ഏറ്റവും മുൻപിൽ നിൽക്കുന്നത്. അതില് കാതരാക്ഷി എന്നത് വരുന്നത് കാതരാക്ഷി താന്തയായി മരുവും തരുണീമണി രമണീയ ഗുണവസതി ചലമിഴി എന്ന രീതിയിലാണിത് വരുന്നത്. അപ്പൊ ആദ്യത്തെ രണ്ട് വരികള് കാതരാക്ഷി എന്നത് കാതരം അല്ലെങ്കിൽ കാതരാക്ഷി എന്ന പദത്തിന്റെ ഗഹനമായിട്ടുള്ള ഒരു അർത്ഥത്തിലേക്ക് അത്ര ഡീപ്പായിട്ട് അത് ചെയ്യുന്നില്ല. അത് സമത്തിൽ നിന്നതിന് ശേഷം കൈയിടുപ്പിൽ വെച്ച് കണ്ണുകളെ മനോഹരമായി ചലിപ്പിച്ച് സഖിയെ നോക്ക്. അത് എല്ലാം തന്നെ ദുഃഖം തന്നെയാണ് സ്ഥായിയായിട്ട് വരുന്നത്. കാതരാക്ഷി സന്തോഷം ഉണ്ടെങ്കിലും തൻ്റെ അവസ്ഥ ഏറ്റവും അതിൻ്റെ ഒരു പാരമ്യത്തിലാണ് നിൽക്കുന്നത് എന്ന ഒരു ഇതുകൂടി നമ്മൾ ചെയ്യുന്ന നർത്തകി മനസ്സിലാക്കിയിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അതിനുശേഷം താന്തയായി എന്നത് കാണിച്ച് അതോടുകൂടി അവൾ അവിടെ തളർന്നിരിക്കുന്നതായി കാണിക്കുന്നു. അതിനുശേഷം പതുക്കെ കാതരാക്ഷി താന്തയായി ഇതോടുകൂടി എഴുന്നേൽക്കണം. മരുവുന്നേൻ എന്നത് ദുഃഖം എന്ന മുദ്ര കാണിച്ച് സഖിയെ നോക്കി തരുണീമണി അല്ലയോ സുന്ദരി എന്ന് സംബോധനയിൽ മാത്രമാണ് കാണിക്കുന്നത്. അതിനുശേഷം വരുന്ന മൂന്നാമത്തെ ആവൃത്തിയിൽ, ഇതിപ്പോ രണ്ടാവർത്തി ഇവിടെ കഴിഞ്ഞു, മൂന്നാമത്തെ ആവൃത്തിയിൽ പറയുന്നത് നായകന്റെ അസാന്നിധ്യമാണ് ഇന്ന് നായികയിൽ ഉണ്ടാക്കുന്ന ഈ ഒരു ദുഃഖം. അതിനെ ഏറ്റവും അധികം വർദ്ധിപ്പിക്കുന്നത് കാമദേവൻ തൻ്റെ ബാണങ്ങൾ തൊടുത്തു വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതാണ് മൂന്നാമത്തെ ആവൃത്തിയിൽ വരുന്നത്. കാതരാക്ഷി ഇത് 3 തവണ അത് കൊള്ളുന്നതായി കാണിച്ച് അമ്പ് അതിൻ്റെ പാരവശ്യം മരുവുന്നേ തരുണീമണി. അതിനുശേഷം നാലാമത്തെ ആവൃത്തിയിൽ വരുന്നത് കാമദേവന്റെ 5 ബാണങ്ങളെയാണ് പറയുന്നത്. അരവിന്ദം, അശോകം, ചൂതം, നവമാലിക, നീലോൽപ്പലം. അതില് ചൂതം എന്ന ആ ഒരു പൂവിനെ, മാമ്പൂവിനെയാണ് കാണിക്കുന്നത്. അപ്പൊ അതില് നമ്മുടെ വൃക്ഷം എന്നത് കാണിച്ച് അതില് പൂവ് വിരിയുന്നതായി ചെയ്ത് ആ പൂവിനെ എടുത്തുകൊണ്ട് കാമദേവൻ നായികയ്ക്ക് നേരെ അമ്പ് തൊടുക്കുന്നതും നായിക കൃശഗാത്രിയായി അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് തരുണി മണി എന്നാണ് കാണിക്കുന്നത്. അതിനുശേഷം ഹേ രമണീയ എന്നത് ആദ്യത്തേതിൽ ചാരിയെടുത്ത് 3 തവണ ചാരിയെടുത്തതിന് ശേഷം ഹേ രമണീയ ഗുണവസതി. അതിനുശേഷം സഖിയെ നോക്കി മുമ്പിലേക്ക് നടന്നു വരിക. ചലമിഴി ആദ്യത്തേത് സംബോധന തന്നെ ഹേ രമണീയ മനോഹരമായിട്ടുള്ള ഗുണഗണങ്ങളോടു കൂടിയവളെ, മനോഹരമായിട്ടുള്ള കണ്ണ്. ചലമിഴി
അതിനുശേഷം ഒരു അടുത്തേക്ക് ചെന്ന് അവളെ ഒന്ന് തട്ടി. ഹേ, ഈ ഒരു ഇത് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ ഒരു സ്ഥായിയായിട്ടിരിക്കുന്നത് ആ ഒരു ദുഃഖം തന്നെയാണ്. അതിന് മുകളിലേക്കാണ് നമ്മൾ അതിൽ സഖിയോടുള്ള സ്നേഹമാണെങ്കിലും അല്ലെങ്കിൽ ഇത് പറയുന്നതൊക്കെ വരുന്നത്. ഹേ, ഒരു ദീനഭാവം അവിടെ കൊണ്ടുവരണം. അതിനുശേഷം ഈ ഒരു മുദ്രയാണ് വരുന്നത്. സുന്ദരമായിട്ടുള്ള മുഖം രണ്ട് കൈ കൊണ്ടും കാണിച്ചതിന് ശേഷം ചലമിഴി വീണ്ടും സംബോധന ചെയ്യാം. അതിനുശേഷം കാന്തനോട് എന്ന ആദ്യത്തെ പല്ലവി. കാന്തനോടു ചെന്നു മെല്ലെ കിളിമൊഴി ശുച ചാരി ഒരു ആവൃത്തിയിൽ മുഴുവനായിട്ട് എടുത്തതിന് ശേഷം അടുത്ത ആവൃത്തിയിൽ ഒന്ന് ചെയ്ത് തജ്ജം തേയ് തേയ് ധിത്തി തേയ് 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 ധിത്തി തേയ് 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 ധിത്തി തേയ് ആയിട്ട് അതങ്ങനെ 4 പല്ലവി കഴിയും. ഇതിലെ നായിക എന്ന് പറയുന്നത് മുഗ്ധ നായികയാണ്. അപ്പം അതിൻ്റെ ഒരു അവസ്ഥകളും എല്ലാം കൊണ്ടാണ് ഈ ഒരു പദത്തെ മുഴുവനായിട്ട് ചെയ്തു പോകേണ്ടത്. അതിൻ്റെ ഒരു സ്ഥായിയായിട്ടുള്ള ഭാവത്തെ ഉൾക്കൊണ്ട് വേണം ബാക്കിയുള്ള പദങ്ങളെ എല്ലാം തന്നെ അല്ലെങ്കിൽ ബാക്കിയുള്ള അഭിനയങ്ങളെല്ലാം ഉൾക്കൊള്ളിക്കാനായിട്ട് വേണ്ടത്.